ഞാൻ എല്ലാവരും അഭിവാദ്യം ചെയ്യുക. സഹോദരങ്ങളെ, നമ്മുടെ നാട് ഇന്ന് ദുരിതത്തിലായിരുന്നു. ഇപ്പൊ ഒരു 50% അത് ഡെവലപ്പായി. അപ്പോഴാണ് നമ്മുടെ ഏറ്റവും പുരാതന ക്ഷേത്രമായ നമ്മുടെ അങ്കാളമ്മൻ കോവിൽ ഇങ്ങനെ മുഷിഞ്ഞു കിടക്കുന്നതാണ് ശ്രദ്ധയിൽപ്പെട്ടത്. അമ്പലം ഭാരവാഹികളോട് നമ്മൾ ബന്ധപ്പെടുകയും അവർ അനുവാദം ചെയ്തതനുസരിച്ച് ടീം റെസ്ക്യൂ ഫോഴ്സ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഒരു മോട്ടോ, ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് വിശക്കുന്ന ഒരു ഭക്ഷണം, രോഗിക്ക് ചികിത്സ, ശുചീകരണം തുടങ്ങിയ അനവധി കാര്യങ്ങൾ മുനിസിപ്പാലിറ്റി നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നതൊക്കെ തന്നെ. അപ്പൊ അതിന്റെ പരിപാടി ഇന്ന് രാവിലെ പ്രാർത്ഥനയോട് നമ്മൾ ആരംഭിച്ചു. അപ്പൊ ബഹുമാനപ്പെട്ട ചെയർമാൻ ഇവിടെ നമ്മളെ ക്ഷണമനുസരിച്ച് എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പം കുറഞ്ഞ വാക്കുകൾ അദ്ദേഹം സംസാരിക്കും. നമ്മുടെ പ്രോഗ്രാം തുറന്നുകൊണ്ടേയിരിക്കും. ചെയർമാൻ ക്ഷണിക്കുക. പ്രിയപ്പെട്ടവരെ, അറിയാം, കഴിഞ്ഞ ദിവസം ഉണ്ടായ വെള്ളപ്പൊക്കത്തിൽ ഈരാറ്റുപേട്ടയിലെ വീടുകളും കച്ചവട സ്ഥാപനങ്ങളും ക്ഷേത്രവും പള്ളിയും അടക്കം ഒരുപാട് ആരാധനാലയങ്ങളൊക്കെ വെള്ളത്തിനടിയിലായി. അതുമൂലം ഒരുപാട് പ്രയാസങ്ങൾ വിശ്വാസികൾക്കും ആരാധനാ കർമ്മങ്ങൾക്കും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. മുസ്ലിം പള്ളികൾ, ക്ഷേത്രങ്ങൾ, അരുവിത്ര ചർച്ചടക്കം എല്ലായിടത്തും വെള്ളം കയറി. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എല്ലായിടത്തും ആദ്യം ആളുകൾ ഓടിയെത്തുന്നത് വീടുകളിലേക്കാണ്. വീടുകളുടെ ക്ലീനിങ് ഏതാണ്ട് ഓൾമോസ്റ്റ് കഴിഞ്ഞു. കടകളുടെ ക്ലീനിങ് എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. അതും ഏതാണ്ട് നാളെയും കൊണ്ടൊക്കെ 2 ദിവസം കൊണ്ട് അവസാനിക്കും. ഇപ്പോൾ ഇന്നിവിടെ നമുക്കറിയാം, ടീം റെസ്ക്യൂ ഫോഴ്സ് ഈരാറ്റുപേട്ടയിൽ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന ഒരു റെസ്ക്യൂ സംഘടനയാണ്. ഈരാറ്റുപേട്ടയിലെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹീതമായ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള കൂട്ടായ്മകളാണ്. അവിടെ ജാതിയും മതവും രാഷ്ട്രീയവും കക്ഷി രാഷ്ട്രീയവും ഒക്കെ മറന്ന് മനുഷ്യന് വേദന ഉണ്ടാകുമ്പോൾ അവിടെ ഓടിയെത്തി അവരെ സഹായിക്കുക എന്നുള്ള ഒരൊറ്റ ഇൻറ്റൻഷനിൽ ചെയ്യുന്ന സുമനസ്സുകളായ കുറേ ആളുകൾ ചേർന്നുള്ള ഒരു കൂട്ടായ്മയാണ് ഇവിടെയുള്ള റെസ്ക്യൂ സംഘടനകൾ. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൂട്ടായ്മയാണ് ടീം റെസ്ക്യൂ ഫോഴ്സ്. ഇന്നിവിടെ അങ്കാളമ്മൻ കോവില് പിന്നെ പരിസരം വൃത്തിയാക്കാൻ വേണ്ടിയാണ് റെസ്ക്യൂ ഫോഴ്സ് ഇവിടെ എത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ടീം എമർജൻസിയും ടീം നന്മക്കൂട്ടം അടക്കമുള്ള ഇവിടെ ഇന്നിപ്പോൾ ഈരാറ്റുപേട്ടയെ സംബന്ധിച്ച് ഈ പ്രദേശത്ത് പല സംഘടനകളും, രാഷ്ട്രീയ പാർട്ടികളുടെ യുവജന സംഘടനകൾ, മറ്റ് വ്യാപാരി വ്യവസായി, മറ്റ് മതസംഘടനകൾ, ക്ലബ്ബുകൾ എന്നുവേണ്ട അത്തരത്തിലുള്ള ഒരുപാട് സന്നദ്ധ പ്രവർത്തകർ ഇവിടെ വന്ന് ക്ലീനിങ്ങിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഏതായാലും ഇവിടെ ഏറ്റവും മഹത്തരമാണ് ഇവിടെ ഈ ക്ഷേത്ര പരിസരം. നിങ്ങൾ ക്ഷേത്രത്തിൻ്റെ പിന്നെ കമ്മിറ്റി ഭാരവാഹികൾ ഇവിടെ ഉണ്ട്. അവരുടെയൊക്കെ സാന്നിധ്യത്തിൽ ഇത് ഏതൊക്കെ രീതിയിലാണോ ചെയ്യേണ്ടതെന്നുള്ള ഒരു നിർദ്ദേശത്തോടുകൂടി കൃത്യമായി നിങ്ങൾ ചെയ്യുക. വലിയ അനുഗ്രഹീതമായ ഒരു പ്രവൃത്തിയാണ്. തീർച്ചയായിട്ടും നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം ഇവിടെ ഓർമ്മപ്പെടുത്തുക. എണിച്ച് വന്ന നമ്മുടെ ചെയർമാൻ, പിന്നെ അമ്പല ഭാരവാഹികൾ, പിന്നെ നമ്മുടെ എല്ലാ പ്രവർത്തകർക്കും ഒറ്റ വാക്കി നന്ദി അറിയിക്കാൻ